നിന്റെ ജനാസ ചുമക്കേണ്ടതാരാണ്? പടച്ചവനെ, നീ സാധാരണ ഒരാളല്ലല്ലോ, കുടിയനല്ല, വിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. പിന്നെ നിന്റെ ജനാസ ആരാടാ ചുമക്കേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, ഓതാൻ തീരുമാനിച്ചവരെ, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? കാരാളികോണം പള്ളിയൊന്നും തികയില്ലടോ, ഫൗണ്ടേഷനൊന്നും തികയില്ലടോ. ഈ നാട് മുഴുവനും നിറയുമല്ലോ ഇരിക്കുന്ന ചിലരുടെ ജനാസ കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയും പരിസരവും നിറയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും മഗ്രിബ് കഴിഞ്ഞ് സീരിയൽ കണ്ട് ആസ്വദിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് വാക്കിയ ഓതിയ ഉമ്മ, റഹ്മാൻ ഓതിയ ഉമ്മ, സജദ ഓതിയ ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു ചുടുചുംബനം കൊടുത്ത ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല, പ്രസിഡന്റ് വരില്ല, കേന്ദ്രമന്ത്രിമാര് വരില്ല, സാക്ഷാൽ സൗദിയുടെ ഭരണാധികാരി വരില്ല. പിന്നെ ആര് വരുമെന്നറിയോ? പിന്നെ ആര് വരുമെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. കാരാളികോണത്തേക്ക് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. നിന്റെ ജനാസ ചുമക്കാൻ, നിന്റെ ജനാസ ചുമക്കാൻ. പടച്ചവനെ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. കാരാളികോണം മുഴുവനും നിറയുകയാ. പടച്ചവനെ, അതിനല്ലേ മരണമെന്ന് പറയുന്നത്? ഇതിനാണോ മരണമെന്ന് പറയുന്നത്? മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്, മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്. സിറാജ് വെറുതെ പറഞ്ഞതല്ല, തെളിവ് വേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 60 കൊല്ലം ജീവിച്ചില്ല. പാപ്പാ, നിന്നെ പോലെ 50 കൊല്ലം ജീവിച്ചില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ, 6 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ കുതിക്കുകയാണ്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുഞ്ചിരിയാ പടച്ചവര്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അവിടെ നിന്ന് ചുമക്കുമ്പോ സഹാബത്ത് പറയുകയാ, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അല്ലാഹുവേ, സഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പദന്ന തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. ജനാസ കൊണ്ടുപോകുമ്പോ നബിതങ്ങൾക്ക് സ്ഥലമില്ല, നബിതങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. നബി അവിടെ നിന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ച റബ്ബേ, സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്തേ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? എന്തേ നബിയേ? സ്ഥലമില്ല സ്വഹാബ,
സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് സ്ഥലമില്ല നടക്കാറ്, എനിക്ക് സ്ഥലമില്ല നടക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് തള്ളവിരൽ കുത്തികെട്ട് നടന്നു പോവുകയാ. പ്രതിഫലം കേൾക്കണോ പെങ്ങള്, പ്രതിഫലം കേൾക്കണോ പെങ്ങള്. അച്ചവനെ കാരാളികോണം പള്ളിയിൽ കബറ് കുടിക്കുന്നവനെ നിങ്ങൾക്കറിയുമല്ലോ. ആരാ കബറ് കുടിക്കുന്നതെന്നറിയുമല്ലോ. ആ മനുഷ്യനോട് നാളെ രാവിലെ നീ കാണുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുവല്ല അടയാളവും കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കബറ് കുടിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു സഅദ് നിങ്ങൾക്ക് വേണ്ടി കബറ് കുടിക്കുകയാ. അവിടുന്ന് കബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. കബറ് കുടിക്കുന്നവൻ പോലും കൊതിക്കുകയാണ്. ആ മനുഷ്യൻ പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. കാരാളികോളത്തുള്ളവര് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടല്ലേ, അഫ്ലീങ്ങളുള്ള നാടല്ലേ. പഠിച്ചവരെ എത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരാളികോണം പള്ളിയില് ഒരു ജനാസ കൊണ്ടുവച്ചാ ഒരുപാട് ഹാഫിലീങ്ങളുടെ ദുആയുണ്ടല്ലോ, ഒരുപാട് ഹാഫിലീങ്ങൾ നിസ്കരിക്കുമല്ലോ. എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത പരിമളമാ. ഖബറ് കുടിച്ചു അവസാനം വൃത്തിയാക്കുമല്ലോ, മണ്ണൊക്കെ തുടയ്ക്കുമല്ലോ. അവസാന മാറടി മണ്ണിന്റെ അടിയിൽ നിന്ന് ആ ഖബറ് കുടിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരിയെടുക്കുകയാ. ആരും കാണാതെ തന്റെ മടിയിലേക്ക് വെക്കുകയാ. ഖബറെല്ലാം അടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ മണ്ണുണ്ടല്ലോ കസ്തൂരിയെ പോലെ വല്ലാത്ത സുഗന്ധമാ. വീട് മുഴുവനും സുഗന്ധമാണ്, വീട് മുഴുവനും സുഗന്ധമാണ്. റബ്ബേ, ആ ഖബറ് കുടിച്ച മനുഷ്യന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ. അവിടുന്ന് സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, സഅദേ എങ്ങനെയാ മോനെ നിനക്കല്ല ഈ പ്രതിഫലം തന്നത് എങ്ങനെയാണ്? നീ മരിച്ചപ്പോ റബ്ബിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എന്ത് നന്മയാ ചെയ്തത്, എന്ത് നന്മയാ ചെയ്തത്. എനിക്കൊന്ന് പറഞ്ഞതാ സഅദേ, ഞാനല്ലേ നിനക്ക് ഖബറ് കുടിച്ചു തന്നത്. ആ സമയത്ത് സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാര്, സഅദ് തങ്ങൾ പറയുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ് ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഞാൻ പാരായണം ചെയ്യുമായിരുന്നു. ഈ രണ്ട് നന്മകൾക്ക് പകരമായിട്ടാണ് അല്ലാഹു എനിക്ക് ഈ പ്രതിഫലം തന്നതെന്ന് സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇത് വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ പാരായണം ചെയ്താൽ, അതിന് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. 5 എണ്ണമാണ്. 1 നല്ല മരണം, 2 മുഖത്ത് പ്രകാശം, 3 ജനാസ ചുമക്കാൻ മലക്കുകൾ വരും. അല്ലാഹുവേ 4 ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. 5 ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ
ആ സ്വർഗം നിങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഖുർആനിനെ പരിഗണിച്ചോ, ആയത്തുകളെ പരിഗണിച്ചോ. ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെ അവഗണിക്കുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ വഇന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. രണ്ട്, വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതകിമൂൻ. രണ്ടാമത്തെ ശിക്ഷ. മൂന്ന്, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് 3 ആയത്തുകൾ പഠിച്ചു. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഈ 3 ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അമൽ ചെയ്യുക. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. രണ്ട്, വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതകിമൂൻ. രണ്ടാമത്തെ ശിക്ഷ. മൂന്ന്, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.